സ്വർണ്ണമോഷണ കേസിൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇരുവരെയും ഹാജരാക്കിയത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് പ്രതികളെ എത്തിച്ചത്. രാജ്കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാജ്കുമാർ, ഇത് ഹൈക്കോടതി പറഞ്ഞ സമയം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. എന്തായാലും നിർണായകമായ പല മൊഴികളും ഇതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇനിയും ചോദ്യങ്ങളിൽ ഇനിയും ഉത്തരങ്ങൾ ഒരുപാട് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് വരുന്നത്. കാരണം പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി ബന്ധമുണ്ട്, ഒപ്പം തന്നെ പല ഉദ്യോഗസ്ഥരുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ ശബരിമലയിൽ ഇത്ര വലിയ ആളാക്കിയത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇതിപ്പോൾ ഈ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റിയതിന് ശേഷം ഇതാദ്യമായാണ് ഇവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊല്ലത്തെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇനിയിപ്പോ ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇനി ഇവരുടെ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ളത് കോടതിയുടെ പരിഗണനയിലാണ്. അത് പിന്നീടാണ് തീരുമാനമെടുക്കുക. തൽക്കാലം റിമാൻഡ് കാലാവധി നീട്ടാനാണ് സാധ്യത. ഇതാണ് നിലവിലെ ഇതിനുള്ള സാഹചര്യം. ഇനിയിപ്പോ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി പത്മകുമാറിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഈ കോടതിയിൽ ഹാജരാക്കും. ഇനി ജാമ്യാപേക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ. അത് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റ് 2 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു.